ആലപ്പുഴയിലെ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും നേരത്തെയും ദുരൂഹത നിറഞ്ഞതാണെന്ന് 12 വർഷം മുൻപ് ഒപ്പമുണ്ടായിരുന്ന പള്ളിപ്പുറം സ്വദേശിയായ കണ്ണൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വീടിനുള്ളിലേക്ക് സെബാസ്റ്റ്യൻ ആരെയും പ്രവേശിപ്പിക്കാറില്ല, ജനലോ വാതിലുകളോ തുറക്കാറില്ല. ദിവസം മുഴുവൻ കൂടെ സഞ്ചരിക്കുമ്പോഴും വീടിന്റെ കോമ്പൗണ്ടിലെത്തിയാൽ പുറത്തു നിർത്തുമെന്നും ഉടൻ തന്നെ ഗേറ്റ് താഴിട്ട് പൂട്ടുമെന്നുമാണ് ഈ വെളിപ്പെടുത്തൽ. എത്ര മദ്യപിച്ചാലും ബോധരഹിതരാകാത്ത സെബാസ്റ്റ്യൻ ആരോഗ്യമില്ലാത്ത ആളെ പോലെ നടിക്കുന്നുണ്ടെന്നും കണ്ണൻ പറയുന്നു. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും കണ്ണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കണ്ണൻ നടത്തിയിരിക്കുന്നത്. 2013 കാലയളവിലാണ് ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലടക്കമുള്ള 3 ഏക്കറോളം സ്ഥലം സെബാസ്റ്റ്യൻ വിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ എന്തായിരുന്നു? അന്ന് സെബാസ്റ്റ്യനോടൊപ്പം ഒരാഴ്ചയോളം വാഹനം ഓടിക്കാനായി ഉണ്ടായിരുന്ന കണ്ണനാണ് നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കണ്ണൻ, സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഷീജ എന്ന് പറഞ്ഞ സ്ത്രീ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പോലെ ഈ പുള്ളി നല്ല റിയൽ എസ്റ്റേറ്റിന് ഇതൊക്കെയാണ്, അങ്ങനെ ഇടപ്പള്ളി ഒത്തിരി 1.5 കോടി ഒരു സ്ഥലം പറ്റുമെന്നൊക്കെ പറഞ്ഞത് ഈ ശ്രീജ പറയുന്നുണ്ട്. അവരുടെ സ്ഥലം എവിടെയാ? അവര് പള്ളിപ്പുറത്ത് തന്നെ. അവർക്ക് സെബാസ്റ്റ്യനുമായിട്ട് നല്ല പരിചയമുണ്ട്. സെബാസ്റ്റ്യൻ ഇവിടെ വരാറുള്ളതാണ്. അവിടെ വരാറുണ്ട്. അപ്പൊ എന്നോടത്ത് പറഞ്ഞു ഇങ്ങനെ അവിടെ പ്രോപ്പർട്ടി ഇടപ്പള്ളി വിറ്റു എന്ന് പറഞ്ഞു. അതായത് സെബാസ്റ്റ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് കണ്ണൻ കാണുന്ന അല്ലെങ്കിൽ കണ്ണൻ മനസ്സിലാക്കുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ആ സ്ഥലം വിറ്റ് കയ്യിലുണ്ടെന്ന് ഈ സെബാസ്റ്റ്യന്റെ അടുത്ത സുഹൃത്തായ ഷീജ പറഞ്ഞ് അറിയുന്ന സെബാസ്റ്റ്യനാണ്. കണ്ണൻ കണ്ട സെബാസ്റ്റ്യൻ എന്താണ്? കണ്ടപ്പോ ഒത്തിരി പുള്ളി എന്തൊക്കെയോ ഹൈഡ് ചെയ്യാനായിട്ട് തോന്നി. ഒത്തിരി ഹൈഡ് ചെയ്ത് 2013 ആ കാലഘട്ടത്തിൽ ഒത്തിരി ഹൈഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നി. പിന്നെ എപ്പോഴും മദ്യപിക്കുന്നതായിട്ടുള്ള ആളാണ്. ഇയാളുടെ കൂടെ ഒരു ദിവസം പോയാൽ എങ്ങനെയാണ്? ഫുൾ ടൈം മദ്യപാനമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. മദ്യപിച്ച് ഇങ്ങനെ നടക്കുക എന്നൊരു മൈൻഡാണ്. പിന്നെ പുള്ളിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകും. അവിടെ പോയി അവിടെ നിന്ന് അവരെ കൂടെ നിന്ന് മദ്യപിക്കും. ആ സമയത്ത് ഞാൻ മദ്യപിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. ഞാൻ മദ്യപിച്ചിട്ടുമില്ല. അന്ന് നിങ്ങള് കണ്ണന്റെ കൂടെ വേറെ സുഹൃത്തും ഉണ്ടായിരുന്നല്ലേ? അത് ശരത് കൃഷ്ണൻ എന്റെ സുഹൃത്തായിരുന്നു. ശരിക്കും നിങ്ങൾ ഇയാളിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ സ്ഥാപിക്കാന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അടുത്തേക്ക്. അന്ന് എത്ര വയസ്സുണ്ട് പ്രായം? ഒരു 25 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ പോകുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ആളെ അല്ലായിരുന്നു അയാളല്ലേ? പക്ഷെ അത് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇത്രയും വലിയ ക്രിമിനലാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഒത്തിരി ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴും അയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ ഗേറ്റ് പൂട്ടിയിട്ട് താഴിട്ട് പൂട്ടിയിട്ട് ഇറങ്ങുള്ളായിരുന്നു. അതായത് പള്ളിപ്പുറത്തെ ആ വീട്, പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും താഴിട്ട് പൂട്ടി ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ആ വീട്ടിൽ ആളുണ്ടെങ്കിലോ? ഒരു ദിവസം ചെല്ലുമ്പോഴേക്ക് പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും ഞാൻ ആ വീടിനകത്തൊന്നും കയറിയിട്ടില്ല. അകത്ത് ആരെയും കയറത്തില്ല പുള്ളി. അപ്പൊ വൈഫ് ഉണ്ടെങ്കിൽ പോലും പുള്ളി പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഭാര്യ വീടിനകത്തുള്ളപ്പോഴും പുറത്തുനിന്ന് ഗേറ്റ് പൂട്ടിയിട്ടാണ് പുള്ളി പോകുന്നത്. കോമ്പൗണ്ടിൽ ആളുകൾ കടക്കുന്നതിൽ ഭയപ്പെട്ടിരുന്നു. പക്ഷെ അത് അന്ന് നമുക്ക് സംശയമില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഇത് എന്ത് എന്നൊരു ചിന്ത വന്നു അല്ലെ, അസ്വാഭാവികമായിട്ട്. പക്ഷെ പുള്ളി പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി പുള്ളി നമ്മളെ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ചെറുപ്പക്കാര്, ഞങ്ങൾ പോലീസുകാരാണോ എന്നൊക്കെ പുള്ളി ഒത്തിരി ഭയപ്പെട്ടതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരകൃഷ്ണനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കണ്ണൻ ഇപ്പോൾ സെബാസ്റ്റ്യനുമായിട്ട് കണ്ണൻ ഒരു അറിവില്ല. ഈ ഷീജ പറഞ്ഞിട്ടാണ് ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, നല്ല കച്ചവടം ചെയ്യാം, കുറച്ച് പൈസ സമ്പാദിക്കാം എന്നുള്ള ഇതിലാണ് സെബാസ്റ്റ്യന്റെ നമ്പർ മേടിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്. ആദ്യം കാണുമ്പോഴൊക്കെ ഇയാൾക്കൊരു വാഗണർ വണ്ടിയുണ്ട്. ഈ വണ്ടിയായിട്ട് നമ്മൾ റോഡിലോട്ട് വരികയാണ്. എവിടെ വെച്ചാ നിങ്ങളന്ന് കണ്ടേ? അന്ന് ഈ പുള്ളിയുടെ വീടിന്റെ അവിടെ റോഡ് സൈഡ് വെച്ചത്. അന്നാണ് അങ്ങനെ പറഞ്ഞപ്പോഴും വീട്ടിലേക്കല്ല വിളിച്ചത്? വീട്ടിലേക്ക് ആദ്യം തന്നെ വിളിച്ചിട്ടില്ല. അതിനുശേഷം ഒരു പ്രാവശ്യമേ വീട്ടിലോട്ട് പോയിട്ടുള്ളൂ. ആ പോകുന്ന സമയത്ത് നമുക്കൊരു ആ വീട് തന്നെ നെഗറ്റീവ് ഒരു എനർജിയാണ് നമുക്ക് അന്ന് ഫീൽ ചെയ്തത്. അന്ന് ഇതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുവാണ്. അന്ന് ഇതുപോലെ തന്നെ. പിന്നെ അയാൾക്ക് അയാൾ ഓൾറെഡി ഇതുപോലെ ഇന്നിരിക്കുന്ന പോലെ തന്നെയാണ് അന്നും അയാൾ ഇരുന്നത്. പക്ഷെ ഇയാൾ ഫുൾ ടൈം മദ്യപിക്കുമ്പോഴും മദ്യപിച്ച് അയാൾക്ക് ഒരു ബോധരഹിതരാകുന്ന സാഹചര്യം ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കാണുന്ന സമയത്തൊന്നും ഒരിക്കലും അയാൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ദിവസം മുഴുവൻ മദ്യപിക്കുന്നവരാണ്. ദിവസം മൊത്തം മദ്യപിക്കും. പക്ഷെ ഒരു ബോധം കിടി അങ്ങനെയൊന്നും ഇല്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ സെബാസ്റ്റ്യനെ കാണുമ്പോൾ സെബാസ്റ്റ്യൻ ഒരു മദ്യപിച്ച് പ്രായമുള്ള ഒരാളായി നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അയാൾ നടിക്കുന്നതാണെന്ന് തോന്നിയില്ലേ? അയാളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് തോന്നുന്ന വെച്ചാൽ ഒത്തിരി ഏജ് ആയിട്ടുള്ള ആളായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി പുള്ളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. സൗഹൃദമായോ നിങ്ങളുമായിട്ട്? സൗഹൃദമായെങ്കിലും ഞങ്ങൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പുള്ളി കീപ്പ് ചെയ്തായിരുന്നു. കാരണം പുള്ളി ഭയപ്പെടുന്നുണ്ടായിരുന്നു.
പക്ഷേ എങ്കിലും പുള്ളി ഒത്തിരി ഭയപ്പെടുന്നതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരത്കൃഷ്ണനും ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ പുള്ളി നമ്മളോട് പറയുകയും ചെയ്തത് പുള്ളിയുടെ ഞങ്ങളുടെ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ DSP ആയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബന്ധം DSP ആയിട്ടാണ് അങ്ങനെയൊക്കെ പുള്ളി അന്ന് പറഞ്ഞായിരുന്നു, ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് പിന്നെ ഞങ്ങളായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് പോകുന്നത്. അതായത് ഇയാള് ആക്ച്വലി പോലീസുമായിട്ട് വലിയ ബന്ധമാണ്, വലിയ ഉദ്യോഗസ്ഥരുടെ ഭയപ്പെടുത്തി ഞങ്ങളോ. അപ്പൊ ഞങ്ങളാണ് ചെറിയ പിള്ളേരും. പൈസ ഉണ്ടായിരുന്നോ കൂടെ? ഇയാൾക്ക് നല്ല പൈസ ഉണ്ടായിരുന്നു. എപ്പോഴും ക്യാഷ് എടുത്ത് ഒത്തിരി ചെലവാക്കും, ക്യാഷ് ആയിട്ടാണ് പുള്ളി ചെലവാക്കുന്നത്. അതായത് ഒത്തിരി പൈസ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? പൈസയുടെ കയ്യിൽ കരുതുന്ന പൈസയുടെ അളവാണോ? കൈ കരുതിയ പൈസ അങ്ങനെയാണ് പുള്ളി അന്ന് ചെലവാക്കിക്കൊണ്ടിരുന്നത്. പുള്ളി മദ്യം കഴിക്കാനാണ് പൈസ പുള്ളി ചെലവാക്കുന്നത്. എപ്പോഴും അയാൾ ഒരു ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എപ്പോഴും ഒരു എന്തോ ടെൻഷനായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. കണ്ണ് ഇപ്പൊ എന്ത് തോന്നുന്നു? ഈ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചായി തോന്നുന്നുണ്ടോ? എന്റെ ഒരു കാഴ്ചപ്പാടി ഒരു പക്ഷേ അവര് ജീവനോടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കാണാൻ പറഞ്ഞൊരു കാര്യം വളരെ എനിക്ക് ശ്രദ്ധയായിട്ട് തോന്നി. അതായത് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയാൽ ആരെയും വീട്ടിൽ പ്രവേശിപ്പിക്കത്തില്ല. അന്നും 2013 ആരെയും വീട്ടിൽ കയറ്റത്തില്ല. ഭാര്യ സ്ഥിരം അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, ഭാര്യ ഞാൻ ഒരു ഭാഷ കണ്ടുള്ളൂ. ആ കണ്ട സമയത്ത് അവര് അകത്തുണ്ടെങ്കിലും പുറത്തുനിന്ന് ഗേറ്റ് പൂട്ടി പോയി. പക്ഷെ എങ്കിലും നമുക്ക് സംശയമില്ലല്ലോ, ഇങ്ങനെ ഇത്രയും വലിയൊരു ക്രിമിനലാണെന്നോ ഈ പുള്ളി ഒരു സൈക്കോ ആണെന്നോ നമുക്ക് അറിയില്ല. അപ്പോൾ ഇയാള് ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ഒരു അസ്വാഭാവികത എന്താ ഫീൽ ചെയ്തത്? ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു. പിന്നെ പറമ്പാണെങ്കിൽ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് ഇത്രയും ഏക്കർ ഉണ്ടല്ലോ, മൊത്തം കാട് പിടിച്ച് കിടങ്ങാതെ നമുക്ക് ഫീൽ ചെയ്തത്. അല്ല, അപ്പൊ ചോദിക്കുന്നത് വീടിന്റെ അകത്തോട്ട് എന്നെ ഇവരെ കേട്ടിട്ടില്ല. സെബാസ്റ്റ്യൻ നിങ്ങളോട് പുറത്തേക്കാൻ പറയുമോ? നമ്മൾ ആരെയും പുള്ളി വീട്ടിനകത്ത് കേട്ടിട്ടില്ല. അപ്പൊ വീടിന്റെ അകത്തെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താ പറയുക, നമ്മൾ സാധാരണ വീടൊക്കെ തുറന്നും ജനലുകളൊക്കെ തുറന്നും അങ്ങനെയാണ്. ഇതെന്താ അടച്ചാണോ കിടക്കുന്നത്? ഫുൾ ടൈം ആ വീടിന്റെ ഒരു ജനൽ പോലും തുറക്കത്തില്ല, അങ്ങനത്തെ ഒരു രീതിയാണ്. ഇയാൾ അകത്ത് കയറുമ്പോ കഥ അടയ്ക്കുവാണോ? നിങ്ങൾ പുറത്ത് കഥ കടക്കും. കഥ അടയ്ക്കും. അതായത് ഇയാള് നിങ്ങൾ ഒരുമിച്ചൊരു വാഹനത്തിൽ വന്നാലും ഇയാൾ അകത്ത് കയറുമ്പോൾ ഇയാൾ കഥ അടയ്ക്കും. നിങ്ങളുടെ അകത്തോട്ട് വിളിച്ചിട്ടുമില്ല? ഇല്ല. അവിടെ ഒരു നാരങ്ങ വെള്ളം പോലും നമുക്ക് തന്നിട്ടില്ല. ചെയ്യുന്ന ആളല്ല. ഈ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൈവിട്ട് എന്തെങ്കിലും ചെയ്യുമായിരുന്നു? ഇല്ലില്ല, നമുക്ക് സാമ്പത്തികമായിട്ട് 1 രൂപ, നമുക്ക് ഇപ്പൊ ഡ്രൈവറായിട്ട് ഓടിയെങ്കിൽ പോലും 1 രൂപ പോലും തന്നിട്ടില്ല. ഇയാളുടെ വാഹനമൊക്കെ എന്തായിരുന്നു അന്ന്? ഇയാളുടെ വാഹനമാണോ ഓടിച്ചിരുന്നത്? അയാളുടെ ഒരു പഴയ വാഗണർ ആയിരുന്നു. ഇത്രയും പൈസ ഉള്ളപ്പോഴും ഇങ്ങനെയാണോ നടക്കുന്നത്? ഇത്രയും പൈസ ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ഡ്രസ്സിങ്ങിനോ പുള്ളിയുടെ കാറൊക്കെ ഏറ്റവും ലോ ആയിട്ടുള്ള സെറ്റപ്പിലെ പുള്ളി ജീവിക്കും. പിന്നീട് ഇയാളെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, അന്നത്തെ ആ ഒരു 2013 കാലഘട്ടത്തിൽ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഇതിന് ശേഷം പുള്ളിനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഈ ചാനലിലൂടെ ഈ സംഭവം അറിയുമ്പോഴേക്കാണ് എനിക്ക് ഇയാളുടെ ഫുൾ ഇത് മനസ്സിലായത്. ഏറ്റവും ഒടുവിലായി നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് പുള്ളി അന്ന് ഭയപ്പെട്ടതെന്നും എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ അയാളുടെ ഒരു വീടും ചരിത്രവും അയാളുടെ ഇപ്പൊ പറഞ്ഞ 500 രൂപയുടെ നോട്ട് കെട്ടുകളാണ് എടുത്ത് കൊടുക്കുന്നതൊക്കെ എല്ലാരും പറയുന്നത്. അതെ അല്ലേ? ആണ്. കണ്ടിട്ടുണ്ട്. ഭക്ഷണവും മദ്യവും സ്ത്രീകളൊക്കെ ഒത്തിരി വിളിക്കാറുണ്ടോ? ഫോണൊക്കെ എങ്ങനെ? ഫോൺ വരാറുണ്ടോ? ഫോൺ ഇങ്ങനെ അന്ന് സ്മാർട്ട് ഫോൺ അല്ലായിരുന്നു, സാധാരണ ഒരു ഫോണാണ് പുള്ളി ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ എപ്പോഴും കോള് വന്നിട്ടിരിക്കും, പക്ഷെ നമ്മളത് ആരൊക്കെയാണ് വിളിച്ചതെന്നൊന്നും അറിയില്ല. കുറച്ച് കോളുകൾ വന്നിട്ടിരിക്കും. ഏറ്റവും ഒടുവിൽ നിങ്ങൾ പറഞ്ഞു പിരിഞ്ഞത് എന്താ? ഇല്ല, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ DSP ആയിട്ടൊക്കെയാണ് എന്റെ ബന്ധം നിങ്ങൾക്ക് അറിയാവോ, DSP ഒക്കെയാണ് എന്റെ റിലേഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയപ്പെടുത്തിയിട്ടാണ് ഞങ്ങള്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. എന്തായിരുന്നു 2013 കാലഘട്ടത്തിലെ സെബാസ്റ്റ്യൻ എന്നുള്ളത് വളരെ കൃത്യമായി ഈ കണ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ ആ വീടിന്റെ ദുരൂഹത എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കൃത്യമായ കാര്യങ്ങളാണ്. കണ്ണന്റെ വെളിപ്പെടുത്തൽ അത് ന്യൂസ് 18ലൂടെയാണ് നടത്തിയിരിക്കുന്നത്. ആരാണ് സെബാസ്റ്റ്യൻ എന്നതിനുള്ള വ്യക്തമായ സൂചന നൽകുന്നതാണ് കണ്ണന്റെ ഈ വെളിപ്പെടുത്തൽ.